മന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെയും പലസ്തീൻ ഇസ്രായേൽ യുദ്ധത്തിലെ അദ്ദേഹത്തിന്റെ നിലപാടുകളെയും പരസ്യമായി വിമർശിക്കുമോ എന്ന ആശങ്കയിൽ വൈറ്റ് ഹൌസ്. വരാനിരിക്കുന്ന US കോൺഗ്രസിലെ തന്റെ പ്രസംഗത്തിൽ നെതന്യാഹു ബൈഡനെ വിമർശിക്കുമോ എന്നാണ് വൈറ്റ് ഹൌസും ബൈഡനും ഭയപ്പെടുന്നത്. നെതന്യാഹു അടുത്ത മാസം കോൺഗ്രസിലെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാൻ പോവുകയാണ്. അദ്ദേഹം എന്താണ് സംസാരിക്കുകയെന്നത് ആർക്കും അറിയില്ല. US ഉദ്യോഗസ്ഥൻ പോളിറ്റിക്കോട് പറഞ്ഞു, ഈ ആഴ്ച ആദ്യവാരത്തിൽ അമേരിക്ക ഇസ്രയേലിനുള്ള ആയുധങ്ങൾ തടഞ്ഞുവെച്ചെന്നാരോപിച്ച് നെതന്യാഹു ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. തുടർന്ന് മറ്റൊരു വാർത്താ സമ്മേളനത്തിൽ അമേരിക്കയുടെ നിലപാടിനെ ഇസ്രയേൽ വിമർശിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ US-ലെ വരും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനൊരുങ്ങുന്ന ബൈഡനെ വിമർശിക്കാൻ നെതന്യാഹുവിന് മടിയില്ലെന്ന് മനസ്സിലാക്കിയതോടെ US വൃത്തങ്ങൾ ആശങ്കയിലാണ്. വരാനിരിക്കുന്ന കോൺഗ്രസിൽ നെതന്യാഹു ബൈഡനെതിരെ പ്രതികരിക്കാൻ സാധ്യതകളേറെയാണ്. നെതന്യാഹു എന്തു പറയുമെന്നും ആർക്കും പ്രവചിക്കാനും സാധിക്കില്ല. US-ലെ മറ്റൊരു ഉദ്യോഗസ്ഥനാണ് ഇത് പറഞ്ഞത്. ബൈഡൻ ഇതുവരെയും നെതന്യാഹുവിനെ വൈറ്റ് ഹൌസിലേക്ക് ക്ഷണിച്ചിട്ടുമില്ല. നെതന്യാഹു ക്ഷണം നിരസിച്ചാൽ ബൈഡന് കിട്ടുന്ന വലിയ പ്രഹരമായിരിക്കും അത്. ഇതിനാലാണ് ഇതുവരെയും നെതന്യാഹുവിനെ ക്ഷണിക്കാത്തതെന്ന് US വൃത്തങ്ങൾ പൊളിറ്റിക്കോയോട് പറഞ്ഞു. US കോൺഗ്രസിലെ നെതന്യാഹുവിന്റെ പ്രതികരണം ഇരു കക്ഷികളുമായുള്ള ബന്ധത്തിൽ വിള്ള വീഴ്ത്താനുള്ള സാധ്യത ഏറെയാണെന്ന് പൊളിറ്റിക്കോ പറയുന്നു. അടുത്തിടെ US ഇസ്രയേലിന് നൽകിക്കൊണ്ടിരുന്ന സൈനിക സഹായം താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഇസ്രയേലിന് നൽകാനിരുന്ന 3500 ബോംബുകൾ വിതരണം ചെയ്യുന്നത് US താൽക്കാലികമായി നിർത്തിയിരുന്നു. ആയുധങ്ങൾ നൽകുന്നത് നിർത്തിയെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും രഹസ്യമായ ആയുധങ്ങൾ ഇസ്രയേലിൽ എത്തിയിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. വാൾസ്ട്രീറ്റ് ജേണലിന്റെ റിപ്പോർട്ട് അനുസരിച്ച് $1 ബില്യൺ മൂല്യമുള്ള ആയുധങ്ങൾ US ഈ അടുത്ത് ഇസ്രയേലിന് കൈമാറിയിരുന്നു. അതിനിടെ മേഖലയിൽ പുകയുന്ന സംഘർഷാവസ്ഥ യുദ്ധത്തിലേക്ക് നീങ്ങിയാൽ ഇസ്രയേലിനെതിരായ പോരാട്ടത്തിൽ ഹിസ്ബുള്ളയ്ക്കൊപ്പം ചേരാനൊരുങ്ങി ആയിരങ്ങൾ. ഇറാഖിലെ പോപ്പുലർ മൊബിലൈസേഷൻ സേന, അഫ്ഗാനിസ്ഥാനിലെ ഫാത്തിമിയൂൺ, പാകിസ്ഥാനിലെ സൈനാബിയൂൺ, യമനിലെ ഹൂതികൾ തുടങ്ങിയ സംഘടനകളിൽ നിന്നുള്ളവരാണ് ഹിസ്ബുള്ളയുടെ പോരാട്ടത്തിൽ പങ്കുചേരുകയെന്ന് വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു. നിലവിൽ ലബനാൻ, ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ഇറാൻ പിന്തുണയോടെ സിറിയയിൽ പ്രസിഡന്റ് ബഷാറുൽ അസദിനു വേണ്ടി കഴിഞ്ഞ 13 വർഷമായി പോരാടുന്നത്. ഇസ്രയേലിനെതിരായ യുദ്ധത്തിൽ പങ്കെടുക്കാൻ ആയിരക്കണക്കിന് പോരാളികളെ അയക്കാമെന്ന് ഇറാൻ, ഇറാഖ്, സിറിയ, യമൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സംഘടനാ നേതാക്കൾ അറിയിച്ചതായി ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുല്ല പറഞ്ഞിരുന്നു. ഹിസ്ബുള്ളയ്ക്ക് 1 ലക്ഷത്തിലേറെ പോരാളികളാണ് യുദ്ധമുഖത്തുള്ളത്. യുദ്ധം പൂർണ്ണ തലത്തിലേക്ക് എത്തുന്നതോടെ കൂടുതൽ സൈനികർ ചേരുമെന്നാണ് അദ്ദേഹം നൽകുന്ന സൂചന. തെക്കൻ ലബനാനിൽ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ മുതിർന്ന ഹിസ്ബുള്ള സൈനിക കമാൻഡർ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് സംഘർഷാവസ്ഥ രൂക്ഷമായത്. ഹിസ്ബുള്ളയുമായി തർക്കം അവസാനിച്ചില്ല എങ്കിൽ ലബനാനിൽ സൈനിക ആക്രമണം നടത്തുമെന്ന് ഇസ്രയേൽ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. അതിനിടെ ഇസ്രയേൽ വിദേശകാര്യമന്ത്രി കാട്സ് ചർച്ചയ്ക്കായി അമേരിക്കയിലെത്തും. പ്രതിരോധ സഹമന്ത്രി എന്ന ചുമതല കൂടി നൽകിയാണ് കാട്സിനെ ഇസ്രയേൽ അമേരിക്കയ്ക്ക് അയക്കുന്നത്. ഇസ്രയേലിനുള്ള ആയുധ സഹായം തുടരുമെന്നും അമേരിക്ക ആവർത്തിച്ചു. നെതന്യാഹുവിന്റെ രാജി ആവശ്യപ്പെട്ട ഇസ്രയേൽ നഗരങ്ങളിൽ തുടർന്ന പ്രക്ഷോഭം അടിച്ചമർത്താൻ സുരക്ഷാ വിഭാഗം രംഗത്തെത്തി. നിരവധി പേർ അറസ്റ്റിലായി. വടക്കൻ അതിർത്തിയിൽ അഭയാർത്ഥികളായി മാറിയ ഇസ്രയേലികൾ ജെറുസലേമിൽ റാലി നടത്തി. ചെങ്കടലിൽ 2 കപ്പലുകൾ കൂടി ആക്രമിച്ചതായി ഹൂതികളും പറഞ്ഞു. റൂവൽറ്റ് വിമാനവാഹിനി കപ്പൽ ഉടൻ മേഖലയിലെത്തുമെന്നും പെന്റഗൺ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.